എപ്പിസോഡ് 2-ൽ കഥ തുടങ്ങുമ്പോൾ പാറു ശങ്കറിനെ രക്ഷപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് പാറു യഥാർത്ഥ രൂപത്തിലാവുകയും പാറു ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ ശങ്കർ വരുന്നത് നോക്കി എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഈ സമയം പപ്പിയുടെ അമ്മ പാറുവിനെ സഹായിക്കാൻ വന്ന സിറ്റിക്കാരൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ പാറു നടന്ന സംഭവമെല്ലാം പറയുകയാണ്. എന്നിട്ട് ആ സിറ്റിക്കാരനെ നേരത്തെ കണ്ടിട്ടില്ല എന്നും പറയുകയാണ്. അതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന പപ്പി അയാൾ ആരാണെന്ന് ചോദിച്ച് പാറുവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ദേഷ്യം വരുന്ന പാറു മാറുന്നില്ല എന്ന് പറഞ്ഞ് പപ്പിയെ തള്ളി മാറ്റുമ്പോൾ പപ്പി ഡോറും പൊളിച്ച് വീട്ടിന്റെ അകത്തേക്ക് വീഴുകയാണ്. അതുകൊണ്ട് ദേഷ്യം വരുന്ന പപ്പിയുടെ അമ്മ പാറുവിനെ അടിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ കൈ തടയുകയാണ് പാറു. ആ സമയം പാറു നാഗകന്യകയുടെ ഭാവത്തിൽ നിൽക്കുകയാണ്. വേദനിക്കുന്ന പപ്പിയുടെ അമ്മ കരയുമ്പോൾ സുബോധത്തിൽ തിരിച്ചു വരുന്ന പാറു പെട്ടെന്ന് കൈമാറ്റുകയാണ്. എന്നിട്ട് അവരോട് സോറി പറയുന്നു. പാറു പറയുന്നതൊന്നും കേൾക്കാതെ അവർ രണ്ടുപേരും പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. എന്താണ് പാറുവിന് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് പാറു. സമയം ശങ്കർ ജീപ്പിൽ പോകുന്നത് മോഹിനി കാണുകയാണ്. അത് കാണുന്ന മോഹിനി ശങ്കറിനെ ഫോളോ ചെയ്ത് പോയാൽ നാഗകന്യക ആരാണെന്ന് അറിയാമെന്നും പറഞ്ഞു നിൽക്കുകയാണ്. മറുവശത്ത് ശങ്കർ ജ്യോതി എന്ന പെൺകുട്ടിയോട് നാളെ ബബ്ലിയെയും കൊണ്ടുവരുമെന്ന് ഫോണിൽ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കുകയാണ്. ആ പാട്ട് കേൾക്കുന്ന വഴിയെ ശങ്കർ പോവുകയാണ്. പേടി തോന്നാതിരിക്കാൻ വേണ്ടി പാറുവാണ് പാട്ട് പാടുന്നത്. പാട്ട് പാടിയാണ് പാറു വെള്ളം കിണറ്റിൽ നിന്ന് കോരിയെടുക്കുന്നത്. ആ സമയം ശങ്കർ അവിടെ വരുന്നു. കയർ വലിച്ചിട്ടും വെള്ളം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് പാറു കിണറ്റിന്റെ മുകളിൽ നിന്ന് കിണറ്റിന്റെ അകത്തേക്ക് നോക്കുന്ന സമയം പാറു കിണറ്റിന്റെ അകത്തേക്ക് വീഴുകയാണ്. പാറു വീഴുന്നത് കണ്ട് കിണറ്റിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ശങ്കർ കാല് സ്ലിപ്പായി താഴെ വീഴുകയും ശങ്കറിന്റെ തല അവിടെ കിടക്കുന്ന കല്ലിൽ ഇരിക്കുകയും ശങ്കറിന്റെ ബോധം പോവുകയും ചെയ്യുന്നു. ഈ സമയം മോഹിനി ശങ്കറിനെ അന്വേഷിച്ചു പോകാൻ വേണ്ടി പാലസിൽ നിന്നും പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ അവിടെ വരുന്ന ശങ്കറിന്റെ മുത്തശ്ശി മോഹിനിയോട് ഈ സമയം പുറത്തു പോകാൻ പാടില്ല എന്നും രക്ഷസുകൾ വരുന്ന സമയമാണെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുത്തശ്ശി പറയുന്നത് കേൾക്കുന്ന മോഹിനിക്ക് ദേഷ്യം വരികയാണ്. ദേഷ്യം വരുന്ന മോഹിനി രക്ഷസായി മാറുന്നു. മോഹിനിയുടെ ആ രൂപം കണ്ട് പേടിച്ച് താഴെ വീഴുന്ന മുത്തശ്ശിയോട് രക്ഷസ് പുറത്ത് മാത്രമല്ല വീട്ടിന്റെ അകത്തും ഉണ്ടെന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ് മോഹിനി. അപ്പോൾ മുത്തശ്ശിയുടെ ബോധം പോകുന്നു. ശേഷം മോഹിനി അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം കിണറ്റിന്റെ അകത്ത് വെള്ളത്തിൽ കിടക്കുന്ന പാറു രക്ഷപ്പെടാൻ വേണ്ടി കിണറ്റിന്റെ അകത്ത് സ്റ്റെപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വിഷമിച്ച് നിൽക്കുന്ന പാറു ശിവഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ കിണറ്റിന്റെ അകത്ത് കുറെ നാഗങ്ങൾ വരികയും അവയെല്ലാം ഒരു കയറായി മാറുകയുമാണ്. അത് കണ്ട് പേടി തോന്നുന്നുണ്ടെങ്കിലും പാറു ആ നാഗത്തിനെ പിടിക്കുകയാണ്. അപ്പോൾ പാറു വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി പോവുകയാണ്. അവസാനം പാറു കിണറ്റിന്റെ മുകളിൽ എത്തുമ്പോൾ നാഗങ്ങളെല്ലാം അപ്രത്യക്ഷമാകുന്നു. അതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് പാറു. അപ്പോൾ അവിടെ കണ്ടതെല്ലാം സ്വപ്നമാണോ മാജിക് ആണോ എന്ന് മനസ്സിലാകാൻ കഴിയാതെ ആലോചിച്ച് നിൽക്കുകയാണ് പാറു. ആ സമയം ബോധം വരുന്ന ശങ്കർ പാറുവിന്റെ അടുത്തേക്ക് പോകുന്ന സമയം അവിടെ അവരുടെ ചുറ്റും മിന്നമിനുകൾ വരികയാണ്. അത് കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ് അവർ രണ്ടുപേരും. തുടർന്ന് തണുത്ത് വിറച്ച് നിൽക്കുന്ന പാറുവിന് ശങ്കർ ഇട്ടിരുന്ന കോട്ട് ഊരി കൊടുക്കുകയാണ്. എന്നിട്ട് ശങ്കർ പാറുവിനോട് എങ്ങനെയാണ് കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ നാഗസേന വന്ന് രക്ഷപ്പെടുത്തിയതാണെന്ന് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പാറു പറയുന്നത് കേട്ട് ശങ്കർ ചിരിക്കുകയാണ്. ശങ്കർ ചിരിക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന പാറു അവിടെ നിന്നും പോവുകയാണ്. ആ സമയം അവിടെ വരുന്ന മോഹിനിക്ക് പാറുവിന്റെ പുറകെ പോവുകയാണ്. കുറച്ചു ദൂരം പോകുമ്പോൾ ഒരു പെൺകുട്ടി തിരിഞ്ഞു നിൽക്കുന്നത് കാണുന്ന മോഹിനി അത് നാഗകന്യകയാണെന്ന് തെറ്റിദ്ധരിച്ച് ദേഷ്യം വരുന്ന മോഹിനി ആ പെൺകുട്ടിയെ കൊല്ലുകയാണ്. എന്നിട്ട് നെറ്റിയിൽ നിന്ന് നാഗമാണിക്യം എടുക്കാൻ നോക്കുമ്പോൾ നാഗമാണിക്യം കിട്ടാത്തത് കാണുന്ന മോഹിനിക്ക് ആ പെൺകുട്ടി നാഗകന്യക അല്ല എന്ന് മനസ്സിലാവുകയാണ്. പാറുവിന്റെ പുറകിൽ കൂടി മോഹിനി വരികയാണ്. മോഹിനി പാറുവിന്റെ അടുത്ത് പോയി പാറുവിനെ തൊടുന്നതും പാറു നാഗകന്യകയാവുകയാണ്. മോഹിനിക്ക് നാഗകന്യയെ തന്നെയാണ് തൊട്ടതെന്ന് മനസ്സിലാവുകയാണ്. നാഗകന്യകയുടെ മുഖം കാണാൻ വേണ്ടി ആകാംക്ഷയോടെ മോഹിനി നിൽക്കുന്ന സമയം ഒരു ശക്തി വന്ന് മോഹിനി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. മോഹിനിക്ക് പാറുവിനെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്